വെർച്വൽ അറസ്റ്റിലൂടെ പണം തട്ടാനുള്ള സൈബർ സംഘത്തിന്റെ ശ്രമം വിഫലമാക്കിയ ഒരു യുവാവുണ്ട്. അടുത്തിടെ നമുക്ക് വാർത്തയായിരുന്നു. തിരുവനന്തപുരം സ്വദേശി അശോക് ഘോഷ്. അശോക് ഘോഷ് പറയും എങ്ങനെയാണ് ഈ തട്ടിപ്പ് സംഘത്തെ നേരിട്ടത് എന്ന്. ആക്ച്വലി ഏകദേശം ഒരു ഉച്ചയോടുകൂടി അച്ഛൻ്റെ ഫോണിലേക്കായിരുന്നു കോൾ വരുന്നത്. അപ്പം ആദ്യം കോൾ വരുന്ന ഒരു ഓട്ടോമേറ്റഡ് കോളായിരുന്നു വന്നത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ടാണ് കോൾ വരുന്നത്. അപ്പം കോളിൽ പറയുന്ന ഇതായിരുന്നു, നിങ്ങളുടെ സിം കാർഡുകൾ ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ ക്യാൻസലാകും, കുറച്ച് വയലേഷൻസ് നിങ്ങളുടെ പേരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പം അതുകൊണ്ടാണ് ക്യാൻസൽ ആകുന്നത്. അപ്പം ഇതിനെപ്പറ്റി ഫർദർ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് അറിയാൻ വേണ്ടി ഒന്നമർത്തുക എന്ന് പറഞ്ഞൊരു ഓട്ടോമേറ്റഡ് കോളായിരുന്നു ആദ്യം വരുന്നത്. ആദ്യം കോൾ വന്നപ്പോൾ തന്നെ സ്കാം ആണെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പം എന്തായിരിക്കും ഇവരുടെ പ്രൊസീജിയേഴ്സ്, ഇവരത് എങ്ങനെയാണ് ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള അറിയാൻ വേണ്ടിയാണ് ഈ ഒരു സ്കാമിലേക്ക് മുമ്പോട്ടേക്ക് പോയത്. കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തണം. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ 2 മണിക്കൂറിൽ മുംബൈ സൈബർ ക്രൈം സ്റ്റേഷനിൽ എത്തിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അവർക്കും അറിയാം, നമുക്കും അറിയാം, 2 മണിക്കൂർ കൊണ്ട് എന്തായാലും മുംബൈ സൈബർ ക്രൈം സ്റ്റേഷനിൽ എത്താൻ സാധിക്കില്ല എന്ന്. അവരുടെയും ലക്ഷ്യം അത് തന്നെയാണ്. അങ്ങനെ പറഞ്ഞവർ പറയുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ വന്നാൽ മതി, ഓൺലൈനിൽ നമുക്ക് മൊഴി രേഖപ്പെടുത്താം എന്ന് പറഞ്ഞ് അവർ നമ്മളെ ഓൺലൈനിലേക്ക് വിളിക്കുകയാണ്. ഇവർ ചൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം സ്കൈപ്പാണ്. അപ്പോൾ അവരുടെ സ്കൈപ്പ് ID നമുക്ക് പറഞ്ഞു തരും. അത് നമ്മൾ കയറിയതിന് ശേഷം അതിൽ നമ്മുടെ പേരും നമ്മുടെ ID പ്രൂഫ് നമ്പറും നമ്മൾ കൊടുക്കണം. നമ്മളത് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർ നമ്മൾ ഇങ്ങോട്ടേക്കാണ് വിളിക്കുന്നത്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഫുൾ യൂണിഫോമിലിരിക്കുന്നതാണ് കാണാൻ സാധിക്കുക. ഏറ്റവും അവസാനം പൈസ ചോദിക്കുന്ന സ്റ്റേജ് വരെ എൻ്റെ കാര്യത്തിൽ എത്തിയില്ലായിരുന്നു. എന്നാലും ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഇവർ പൈസ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് ഉള്ള രീതിയിലൊന്നല്ല ഇവർ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഈ ഒരു കേസിൽ നിന്ന് കേസിൻ്റെ ആവശ്യത്തിനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അക്കൗണ്ടിലുള്ള കാശ് മുഴുവൻ ഞങ്ങളുടെ ഒരു ടെമ്പററി ഞങ്ങളുടെ ഈ സൈബർ ക്രൈമിൻ്റെ ഈ അക്കൗണ്ടിലേക്ക് ഇട്ട് തരണം. ഇൻവെസ്റ്റിഗേഷന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ പൈസ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മൊത്തം പൈസയും അക്കൗണ്ടിലേക്ക് മാറ്റുക. അപ്പം ഇതാണ് ഇവരുടെ പ്രൊസീജിയർ. ഏറ്റവും അവസാനമായ സമയത്ത് എൻ്റെ കാര്യത്തിൽ ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ തൃശ്ശൂർ സൈബർ ക്രൈം സ്റ്റേഷനിൽ ഒരു സാറിന് ഇത് സെയിം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇവരുടെ തന്നെ കൂട്ടാളികളായിരുന്നു ആ ഒരു സംഭവം ചെയ്തിരുന്നത്. അപ്പം ഞാൻ തിരിച്ച് അവരെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്ന ടൈമിൽ അവർ കോൾ വെച്ചിട്ട് പോവുകയായിരുന്നു ഉണ്ടായത്.